Hello students, welcome back to X and Y Learning NMMS 1 minute 1 mark. 1 മിനിറ്റിൽ എങ്ങനെ ഒരു മാർക്ക് നേടാം നോക്കാം. The figure shows two rectangles. What is the area of the slanted rectangle in square centimeters? ഈ ഫിഗറിൽ ചിത്രത്തിൽ രണ്ട് ചതുരങ്ങളുണ്ട്. ചരിഞ്ഞു വെച്ചിരിക്കുന്ന ചതുരത്തിന്റെ പരപ്പളവ് എത്ര ചതുരശ്ര സെന്റിമീറ്റർ ആണെന്ന് കണ്ടുപിടിക്കുക. 6, 12, 24, 25. സോ ഇവിടെ നിങ്ങൾ ചെക്ക് ചെയ്താൽ നിങ്ങൾ മനസ്സിലാവും. ഇവിടെ ഒരു എന്ത് കാണാൻ പറ്റും? ഒരു റെക്ടാങ്കിൾ കാണാൻ പറ്റും. ഇതിന്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എത്രയാണ്? 3 × 4 ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ദാറ്റ് ഈസ് 12 സെന്റിമീറ്റർ ആണ്, സെന്റിമീറ്റർ സ്ക്വയർ ആണ് ആ ഒരു ഏരിയ വരുന്നത്. ഇനി നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഈ ഒരു റെക്ടാങ്കിളിന്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കാൻ എന്ത് കണ്ടുപിടിക്കണം? ഈ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ നമുക്ക് അറിയാൻ പറ്റും. എത്രയാണ് ഈ ട്രയാങ്കിളിന്റെ ഏരിയ? ഈ ടോട്ടൽ ഈ ഒരു റെക്ടാങ്കിളിന്റെ ഹാഫ് ആയിരിക്കും ഈ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത്, അല്ലേ? ദാറ്റ് ഈസ് 6 സെന്റിമീറ്റർ ആയിരിക്കും ഇതിന്റെ ഏരിയ. ഇനി നിങ്ങൾ നോക്കുക, ഈ ട്രയാങ്കിൾ എവിടെയാണ് കിടക്കുന്നത്? ട്രയാങ്കിൾ ഈ റെക്ടാങ്കിളിന്റെ പാരലൽ ലൈൻസിന്റെ ഇടയിലായിട്ടാണ് കിടക്കുന്നത്. സോ ഈ ഒരു ട്രയാങ്കിളിനും ഈ ഒരു റെക്ടാങ്കിളിനും നമുക്ക് പറയാൻ പറ്റും രണ്ടും സെയിം ബേസിന്റെയും രണ്ട് പാരലൽ ലൈൻസിന്റെയും ഇടയിൽ കിടക്കുന്ന ഒരു റെക്ടാങ്കിളും ട്രയാങ്കിളും ആണെന്ന് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ആ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു വലിയ ട്രയാങ്കിളിന്റെ പകുതി ആയിരിക്കും. ദാറ്റ് മീൻസ് ഇതിന്റെ ഏരിയ നമ്മൾ 6 ആണെന്ന് കണ്ടുപിടിച്ചു. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഇരട്ടി ആയിരിക്കും ഈ ഒരു റെക്ടാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത്. ദാറ്റ് വിൽ ബി 12 സെന്റിമീറ്റർ. അപ്പം 12 സെന്റിമീറ്റർ ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, സോ നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ആൻസർ കമന്റ് ചെയ്യണം. എ ട്രയാങ്കിൾ ആൻഡ് റെക്ടാങ്കിൾ ആർ സിറ്റുവേറ്റഡ് ബിറ്റ്വീൻ സെയിം ബേസ് ആൻഡ് parallel lines. The base and height of triangles are 9 cm and 6 cm respectively. Area of the rectangle is 9 × 6/2, 9 plus 6 divided by 2, 9 × 6/2 into 2, 9 × 6 into 2 cm square. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്തിട്ട് താഴെ കമന്റ് ചെയ്യുക.